Se la pasan diciendo que soy mala, porque no me aguanto la más de nada. Y más si vienes a mi cama, a mi cama. മാലിന്യ സംസ്കരണത്തിൻ്റെ അവബോധമില്ലായ്മയും നമ്മൾ രണ്ടു നേരം കുളിക്കുന്നവരാണ് എന്ന് സ്വയം അഭിമാനിക്കുന്നവരാണ്. നമുക്ക് നല്ല വൃത്തിയുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾക്ക് വൃത്തിയില്ല. നമ്മുടെ വീടിനകത്തും വീടിന് പുറത്തും റോട്ടിലും എല്ലാ സ്ഥലത്തും നമ്മൾ മാലിന്യങ്ങളാണ്. ഇതിൽ വിദ്യാഭ്യാസമല്ല പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഞാൻ എപ്പോഴും തമാശയായിട്ട് പറയുന്നതാണെങ്കിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു കാറിൽ വരുന്നു, രണ്ടുപേരും പ്രോസസ്സാണ്, ഭാര്യയും ഭർത്താവും. ഒരു പാലത്തിൻ്റെ മീതെ വണ്ടി നിർത്തുന്നു, ഡിക്കിയിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്നു, നേരെ പുഴയിലേക്ക് എടുക്കുന്നു. ഞാൻ കണ്ട കാഴ്ചയാണ്, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട്. വൈകുന്നേരമാവുമ്പോൾ ബൈക്ക് എടുത്ത് പോവാണ്, ഭാര്യയും ഭർത്താവും കൂടി പോവാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തോന്നുന്നു ഈ കല്യാണത്തിൻ്റെ തലേദിവസം നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കാൻ പോകും, നല്ല ബോക്സൊക്കെ ആയിട്ട് ഇല്ലേ. അപ്പോൾ നമ്മളേക്ക് 2 ബോക്സ് എന്തിനാ, സാധാരണ ഒരു പ്രസൻറ്റേഷനല്ലേ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇത് പോണ വഴിക്ക് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരെണ്ണം ഇടത്തോട്ട് എറിയും, ഒരെണ്ണം വലത്തോട്ട് എറിയും. ഇത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വേസ്റ്റ് എല്ലാവരും, വീട്ടിലെ വേസ്റ്റ് ആണെങ്കിലും എല്ലാവരും പുറത്താണ് നിക്ഷേപിക്കുന്നത്. നമുക്കതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഇതിനൊരു മാറ്റമുണ്ടാക്കി കേരളത്തിലെ ഒരു ക്ലീൻ കേരളമാക്കി നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ നമുക്ക് മാറ്റാൻ കഴിയണം. ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ